പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഹെബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇതാണ് പ്രശ്നം. കൂട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരും ഒക്കെ പോകും. ഇതെല്ലാം അവരുടെ വണ്ടി വരണ വരെയാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. വെയിറ്റിംഗ് ഷെഡാണ് ജീവിതം ഒരു വെയിറ്റിംഗ് ഷെഡ് പോലെയാണ്. നിങ്ങൾ വലിയ ചിലപ്പോൾ ബിരിയാണിയൊക്കെ വാങ്ങിച്ച് വെയിറ്റിംഗ് കഴിക്കുമായിരിക്കും. അതായത് ഇരയെ കളയണ പോലെ ആ ബന്ധവും പോകും. കുറച്ച് കഴിയുമ്പോൾ നിന്ന നിപ്പിൽ അവരവരാൻ കയറിപ്പോവും, അവരുടെ ലയങ്ങളിലേക്ക് പോയി. അപ്പോൾ എപ്പോഴും വിഷയിക്കണം, നമ്മളെ ഒരിക്കലും വിട്ടുപിരിയാത്ത ആളോടായിരിക്കണം നമുക്ക് ശാശ്വതമായ ബന്ധമുണ്ടാകണത്. ഉടമ്പടി ഒരു വിട്ടുപിരിയാത്ത നമ്മളെ ഒരു കാലത്തും വിട്ടുപിരിയാത്ത ആളുമായിട്ടുള്ള ഒരു ശാശ്വതമായ ബന്ധമാണ് ഉടമ്പടി. അതിലേക്കാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സുകളുണ്ട്. ദൈവത്തിന് തിരിച്ചറിയണം. നിൻ്റെ കൂട്ടുകാരെക്കാളും വീട്ടുകാരെക്കാളും നാട്ടുകാരെക്കാളും നിങ്ങളുടെ എല്ലാം ദൈവത്തെ നീ സ്നേഹിക്കുന്നുവെന്ന് അറിയണം. ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരും നീ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അറിയണം. മനസ്സിലായില്ലേ? നീ അത് പതുക്കി വെക്കരുതെന്ന് അർത്ഥം. പല ആൾക്കാരും ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ അതൊരു പ്രൈവറ്റ് അഫെയറായിട്ട് വെച്ചിരിക്കുകയും. ഉടമ്പടി ഒരു പ്രൈവറ്റ് അഫെയർ അല്ലെന്ന് ഈശോ പറയണത്, അതൊരു പബ്ലിക് അഫെയറാണ്. ഉടമ്പടി പലരും എടുത്തിട്ടുണ്ട്, പക്ഷേ എന്താ സംഭവം? പക്ഷേ അതൊരു പ്രൈവറ്റ് അഫെയറായിട്ട് വെച്ചിരിക്കുകയാണ്. പ്രൈവറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉടമ്പടി എടുത്ത കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ല. ദാറ്റ് മീൻസ് നിങ്ങൾ പക്ക ബ്ലാക്ക് ഫ്രോഡെന്ന് പറയും. ബ്ലാക്ക് ഫ്രോഡ്, കറുത്ത ഒരു കാപട്യമുഖമുള്ള ആളാണ്. അതായത് നിങ്ങൾ ഉടമ്പടി എടുത്ത കാര്യം നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും അറിയാൻ പാടില്ല. ആ ഉടമ്പടി ഒരു കാലത്തും മുളക്കത്തില്ല. ഇനി മുളച്ചാൽ ദൈവം നിന്നെ പരീക്ഷിക്കുകയാണ്. എന്താ കാര്യം? നീ ഇനിയെങ്കിലും ദൈവത്തെ ഏറ്റുപറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം. നട്ടല് വാഴപ്പിണ്ടിയായിട്ട് നടക്കരുത്. മറിച്ച് കുരിശിൽ കയറിയപ്പോൾ പോലും അവൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു വാക്ക് പോലും പിന്നോട്ടെടുക്കാതെ അവസാനം വരെ ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തത പറഞ്ഞവനാണ്. അവൻ്റെ രക്തത്തിലാണ് നിൻ്റെ ഉടമ്പടി മുദ്ര വെച്ചിരിക്കുന്നത്. നിൻ്റെ വിശ്വസ്തത ഓരോ ദിവസവും വെളിപ്പെടുത്താൻ നീ ബാധ്യസ്ഥയാണ്. ശ്രദ്ധിക്കട്ടെ. അഭിഷേകം ചെയ്യണമേ. അവസാനം അശ്വതിയുടെ എല്ലാ കാര്യങ്ങളും ഈശോ ചെയ്യും. എല്ലാ കാര്യങ്ങളും ഈശോ ചെയ്യും. വളരെ സുന്ദരമായിട്ട് ചെയ്യാം. ഒരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യം അവൾ ഈശോയോട് ചോദിച്ചായിരുന്നു. അപ്പോൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാനത് നിങ്ങളോട് പറയുന്നില്ല, നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും. ആ ഒരു കാര്യം ചോദിച്ചപ്പോൾ അതിന് വലിയൊരു കർട്ടം വന്ന് വീണ പോലെ കർട്ടം വന്ന് വീണ. അത് നടക്കത്തില്ല. പക്ഷേ ഒരു ദിവസം അശ്വിത എന്നെ കാണാൻ വന്നു. ഇവിടെ വെച്ചാൽ ഡൽഹി വെച്ച് ഞാൻ ഡൽഹി ധനിപ്പിക്കാൻ പോയപ്പോൾ ഒരു ബ്ലെസ്സിങ് അവിടെ നമുക്ക് ആര് വരുന്നത് ആര് പോകണമെന്ന് ആരും അറിയത്തില്ല. ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. അപ്പോൾ പറ്റുന്നവരെയൊക്കെ ഞാൻ ബ്ലെസ് ചെയ്ത് വിട്ട്. പക്ഷേ ആ ഒറ്റ ബ്ലെസ്സിങ്ങോട് കൂടി അവർ രക്ഷപ്പെട്ട്. അപ്പോഴൊക്കെ മനസ്സിലായി അത്രയും നാൾ നടക്കാതിരുന്ന വലിയ കാര്യം ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച കാര്യം അവർക്ക് നടന്ന് കിട്ടി. അതോടുകൂടി അവർക്ക് മനസ്സിലായി ദൈവമാണിത് ചെയ്യണമെന്ന്. അതോടുകൂടി അവർ വിശ്വാസം അവിടെ അവർ വർക്ക് ചെയ്യുന്ന ക്യാമ്പിൽ തന്നെ അവർ പണ്ടിങ്ങനെ മറച്ചു വെക്കുകയുള്ളൂ. ലാപ്ടോപ്പിൽ കൃപാസന മാതാവിൻ്റെ കാശിലും തന്നെ ഒട്ടിച്ചിട്ട് അത് കൂട്ടുകാർ കാണാതെ ഇരിക്കാൻ വേണ്ടി മറച്ചു വെക്കും. ഇവരിത് നടന്നു കഴിഞ്ഞപ്പോൾ അവർ ചെയ്തത് എന്താണ്? അവർ കൃപാസന മാതാവിൻ്റെ പടം എടുത്ത് അവരെ ക്യാബിൽ വെച്ച് പരസ്യമായിട്ട് ഞാൻ മാതാവിൽ വിശ്വസിക്കുന്നു. ഓർക്കണം, ഷീസ് നോട്ട് എ ക്രിസ്ത്യൻ. അവർ ക്രിസ്ത്യൻ അല്ല. അതുകൊണ്ടാണ് അത് മറച്ചു വെച്ചത്. പക്ഷേ നിങ്ങളുടെ അവസ്ഥ എന്താണ്? നിങ്ങൾ ക്രിസ്ത്യനാണ്, എന്നിട്ട് നിങ്ങൾ മറക്കുന്നു. ദാറ്റ് മീൻസ് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ന് തന്നെ മാനസാന്തരപ്പെടണം. കർത്താവിനെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്നുള്ളത് ആദ്യം ദൈവവും പിന്നെ നീ എവിടെയെല്ലാം ഇടപെടുന്നു ആ സമൂഹമെല്ലാം അറിയിക്കാനുള്ള ധൈര്യത്തിനായി അഭിഷേകത്തിനായി നീ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ നിന്റെ നാമത്തെ ഏറ്റുപറയുവാൻ ധൈര്യം നൽകണമേ. പരിശുദ്ധാത്മ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേർപാടിനെ കുറിച്ച് സംസാരിക്കും. ഉടമ്പടിയും വേർപാടും. ഉടമ്പടി ജീവിക്കണമെങ്കിൽ ഉടമ്പടിക്കിടെ ശത്രുക്കളിൽ നിന്ന് നമ്മൾ വേർപെടേണ്ടി വരും. ഉടമ്പടി ജീവിക്കണമെങ്കിൽ
നിങ്ങൾക്ക് പഴയ പാപത്തിൻ്റെ കൂട്ടുകെട്ടുകളിലേക്ക് ചിലപ്പോൾ കുപ്പിക്കൂട്ടങ്ങളായിരിക്കാം, കുപ്പി വെച്ച് ആഘോഷിക്കുന്ന കൂട്ടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വല്ല സെക്സ് സിനിമയൊക്കെ ഒരുമിച്ച് നിന്ന് കാണുന്ന അത്രയും അലപരാധികളായിട്ടുള്ള കൂട്ടുകാരല്ലേ, എപ്പോഴും സെക്സ് മാത്രം സംസാരിക്കുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അവർ ചിലപ്പോൾ ദ്വയാർത്ഥം പറയുന്നവരുണ്ടാവും, ചിലപ്പോൾ ദൈവത്തിനെതിരെ വാവിളിച്ച ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരുണ്ടാവും. ഇവരുമായിട്ട് പതുക്കെ നമ്മൾ മാറണം. വേർപാടാണ് ഉടമ്പടി. തമ്മിലൊരുമിച്ച് പോകത്തില്ല. ആ ഒരുമിച്ച് പോകാത്തത് കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു പ്രൊഫസറിന് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. കാര്യം നിങ്ങളുടെ സബ്ജക്റ്റ് ഇഷ്ടമാണ്, അയാളുടെ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അയാൾ വാവിളിച്ച അയാളുടെ കേമത്വം കാണിക്കാൻ വേണ്ടി അയാൾ ദൈവത്തിനെതിരെ സംസാരിക്കും. അയാളെ കാണ്ടാമൃഗമായിട്ട് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ കൂട്ടിപ്പിരിയണം. അല്ലെങ്കിൽ ദൈവത്തിനറിയാം ദൈവത്തിനേക്കാൾ പ്രാധാന്യം നിങ്ങളെ ദൈവത്തിനെതിരായുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നുവെന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ ഉടമ്പടി ബ്ലൂം ആകാൻ തുടങ്ങും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും തിരിച്ചു പോകണം എന്നുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. നമ്മൾ ഉടമ്പടി പ്രകാരം നമ്മൾ വിട്ടുപോകുന്ന കൂട്ടായ്മകളിലേക്കും സന്തോഷങ്ങളിലേക്കും തിരിച്ചു പോകണമെന്ന് നമുക്ക് ഉടമ്പടി കഴിയുമ്പോൾ തിരിച്ചു പോകാം എന്നാണ് നിങ്ങൾ ചിന്തിക്കണത്. നിങ്ങൾ ചിന്തിക്കണം അങ്ങനെയാണ്. ഉടമ്പടി കാലം കഴിയട്ടെ, ഉടമ്പടി കഴിയുമ്പോൾ വീണ്ടും പഴയ ബന്ധങ്ങളിലേക്കൊക്കെ പോകാം. എടാ എനിക്ക് ഇത്തിരി സമയം എന്താ, എനിക്ക് ഇന്ന കാര്യം നടക്കാനുണ്ട്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ആ ടൈം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരും. എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചെങ്ങോട്ടാണ് പോണത്? നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോണത്, പിശാചിൻ്റെ അടുത്തേക്കാണ് പോണത്? ലോത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്താ പറയണത്? അവൾ തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. സൊദോമിൽ നിന്ന് പോരാൻ ഉദ്ദേശിച്ച ആളല്ല അവർ സൊദോമിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച് നോക്കുകയാണ്. അതായത് പുറകിലിങ്ങനെ തീങ്ങെന്തൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, മഴ ശമിച്ചെങ്കിൽ തിരിച്ചു പോരാം, ലോത്തിനെ തോണ്ടി വീണ്ടും അവിടേക്ക് പോകാം. അവരാരാണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. കാര്യം ലോത്തിൻ്റെ ഭാര്യ ഇപ്പോഴും ഉപ്പ് തൂണ് പോലെ നിൽക്കണം എന്നൊക്കെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ടൂറിസംകാരൊക്കെ നമ്മൾ ഇസ്രായേലിൽ വിവരിക്കും. പക്ഷേ ലോത്തിൻ്റെ ഭാര്യ ഒരു ശാശ്വതമായ മനുഷ്യന് ദൈവത്തിൽ നിന്നുള്ള തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്ന മനുഷ്യപ്രകൃതിയുടെ പ്രതീകമാണ്. Take the word of God, എബ്രായർ 19:26. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 19:26. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. ലോത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു. അവൾ പിന്തിരിഞ്ഞ് നോക്കിയത് കൊണ്ട് പണ്ടാരം പിന്തിരിഞ്ഞ് നോക്കി, കണ്ടില്ലേ, ഒരു പുതുവണായി തീർന്നു. പിന്നെ അവളെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമില്ലെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അതായത് ഈ സാധനം വീണ്ടും തിരിച്ചു പോകണമെന്ന് വെച്ചപ്പോൾ ഇവിടുത്തെ യാത്ര അവസാനിച്ചു. ഈ സാധനം തിരിച്ചു പോകണം. മഴ ഒതുങ്ങിയോ, തീങ്കന്തകവുമായിട്ടുള്ള മഴ ഒതുങ്ങിയോ, എന്നാൽ പിന്നെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് തിരിച്ചു പോന്നാൽ എന്താണെന്ന് തിരിഞ്ഞ് അവൾ നോക്കിയതേ ഉള്ളൂ. ഈ സാധനത്തിനെ കൊണ്ട് ആവശ്യമില്ല. നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ പഴയ പാപജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാൽ ദൈവത്തിന് 30 കൊണ്ടിൻ്റെ വില നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഞാൻ മനസ്സിൽ ചിന്തിച്ചതെല്ലാം എന്നോട് ശാസനാപൂർവം നീ എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഉടമ്പടി പ്രകാരം എന്നേക്കുമായി ഉപേക്ഷിച്ച പാപബന്ധങ്ങളെ തിരിച്ചു പോകാതിരിക്കാൻ കർത്താവേ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെല്ലാവരും പാപത്തോടും പാപ സാഹചര്യങ്ങളോടും ഇടചൊല്ലുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഒരുമിച്ച് പാടുക. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടലേ, ആത്മാവിലെന്നോടും ഇടപെടലേ. നിങ്ങൾക്ക് എൻ്റെ മക്കൾ ശ്രദ്ധിക്കണേ, എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. അവർ കർത്താവിനോട് സഹിത്വം ചേർന്ന കൊണ്ടും ഉടമ്പടിയുടെ വിശ്വസ്തത ഉണ്ടായിരുന്ന കൊണ്ടുമാണ് അവർ തിരിച്ചു പോരാതിരുന്നത്. തിരിച്ചു പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും തിരിച്ചു പോരാത്തവരാണ് യഥാർത്ഥ ഉടമ്പടിക്കാർ. തിരിച്ചു പോരാൻ, പാപത്തിൻ്റെ വഴികളിലേക്ക് തിരിച്ചു പോരാൻ, രഹസ്യമായ സുഖങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അവസരമുണ്ടായിരുന്നിട്ടും തിരിച്ചു പോകാത്തവരാണ് യഥാർത്ഥ ഉടമ്പടിക്കാരെന്ന് പറയണത്. ഹെബ്രായർ 11:15 വായിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിലെന്നോടും
ഹെബ്രായർ 11:15. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ ലോത്തിന്റെ ഭാര്യയെ പോലെ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു. അതാണ് സംഭവം. ഒന്നുകൂടി വായിച്ചു. ഹെബ്രായർ 11:15 വായിച്ചു. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരം ഉണ്ടാകുമായിരുന്നു. വീണ്ടും പാപത്തിലേക്ക് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടെന്നാണ് ബൈബിൾ പറയണത്. മനസ്സിലായോ? വീണ്ടും പഴയ ജീവിതം നിങ്ങളുടെ ഉടമ്പടി ചിലരുടെ ഉടമ്പടി വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നു. എന്താണ്? ഈ ഉടമ്പടി കാലം കഴിയുമ്പോൾ വീണ്ടും പഴയ പാപത്തിലേക്കും ദൈവത്തെ നിരക്കാത്ത ജീവിതത്തിലേക്കും നിങ്ങൾ തിരിച്ചു പോകാമെന്ന്. മറിച്ച് ഈ രണ്ട് കുഷി, ഇപ്പോൾ അക്ഷിതയായാലും ശരി, നേരത്തെ വന്ന പ്രിൻസിലായാലും ശരി, അവരെ കർത്താവിനോട് സഹിത്വം വേണമെന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ടിൻഡു ടീച്ചറായാലും ശരി, കർത്താവിനോട് സഹിത്വം വേണമെന്നാണ് ചിന്തിച്ചത്. ഞങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ തിരിച്ചു കൊണ്ടുപോകില്ല എന്ന്. അപ്പം ഞാൻ അക്ഷിതയോടും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രിൻസിലായോടും പറഞ്ഞു, നിന്നെ ഈ കർത്താവിനെ അറിഞ്ഞ് ദൈവത്തിൻ്റെ പൈതലെ പോലെ ജീവിക്കാനുള്ള അവസരം നിനക്കുണ്ടാകും. അവർക്ക് എന്ത് വേണ്ടി കർത്താവ് എന്താണ് ചെയ്തെന്നുള്ളത് ഞാൻ ഇവിടെ പറയണില്ല, നിങ്ങൾ ആ സാക്ഷ്യം കേട്ടാൽ മതി. കർത്താവ് വിശ്വസ്തനാണെന്ന് മനസ്സിലാവും. കൈയിടിച്ച് കർത്താവിനെ തുടരും. Intimate, ഉടമ്പടി ഡിമാൻഡ്സ് ഇൻറ്റിമേറ്റ് ആൻഡ് ടൈറ്റ് റിലേഷൻ ആൻഡ് ഇറ്റ്സ് എ പേഴ്സണൽ റിലേഷൻ. നിങ്ങൾ ഉടമ്പടിയുടെ ഒരു വലിയ വസന്തം എന്താണെന്നറിയാവോ? നിങ്ങൾ പറയുന്ന വീട്, ജോലി, വിവാഹം, വാടകമൊന്നും വരും, ഇതൊക്കെ ദൈവത്തിന് ചുമ്മാ ഒരു സെക്കൻഡിനുള്ളിൽ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ദൈവവുമായിട്ട് ഒരു നല്ല ആഴമായ സഹിത്വം നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവുമായിട്ട് വെച്ചാൽ എപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. ദൈവത്തെക്കുറിച്ച് ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്. നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാൽ 50% താഴെയാണ് നിങ്ങളുടെ മാർക്ക്. ഇപ്പോൾ എന്തെങ്കിലും കാര്യം താമസിക്കുമ്പോഴേ, നിങ്ങൾക്ക് മെമ്മോ വരാൻ താമസിച്ചു, ഞാൻ ഉടമ്പടി എടുത്ത് മെമ്മോ വന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മെമ്മോ വരാൻ വേണ്ടി ദൈവം ഏതാണ്ട് ഒരു ഗവൺമെൻറ് ഓഫീസറാണെന്നാണ് നിങ്ങൾ ധരിക്കണത്. നിങ്ങളുടെ ദൈവം ഗവൺമെൻറ് ഓഫീസറോ പോലീസ് ഓഫീസറോ ആണ്. കുട്ടി ദൈവങ്ങളാണെങ്കിൽ നിൻ്റെ കാര്യം പോക്ക. മറിച്ച് നിൻ്റെ ദൈവം നിൻ്റെ ജന്മത്തെക്കാളും ഈ ലോകത്തെക്കാളും വലിയവനാണ്. അങ്ങനെ നീ ചിന്തിച്ച് ദൈവത്തെ കൈവിട്ടാൽ, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തെ കൈവിട്ടാൽ അത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനേക്കാളും വലുത്. ഇപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ വെളുപ്പിന് 5:30 എഴുന്നേറ്റ് വരുമ്പോൾ എൻ്റെ ജനമേ, എൻ്റെ മനസ്സിൽ കർത്താവിൻ്റെ ഒരു വചനം വന്ന്, എൻ്റെ ജനമേ, കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തിയപ്പോൾ, എൻ്റെ ജനമേ, കല്ലറ തുറന്ന് ഞാനാണ് നിന്നെ ഉയർത്തിയത്. അപ്പോൾ ഇങ്ങനൊരു വാക്ക് ആ വചനത്തിൽ ഉള്ളതാണ്. ഏതാണെന്ന് എനിക്ക് അറിയാതെ ഞാൻ പിന്നെ നോക്കിയെടുത്ത്, അതായത് രാവിലെ എഴുന്നേറ്റ് വരികയാണ്. എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വചനമാണ് നമ്മളെ തോണ്ടി വിളിക്കണത്. എന്താ വിളിക്കണത്? എൻ്റെ ജനമേ, കല്ലറ തുറന്ന് ഞാൻ നിന്നെ ഉയർത്തി. അപ്പോൾ ഞാനാണ് നിൻ്റെ ദൈവം. അതാണ് വിഷയം. ഉടമ്പടിയുടെ ഒരു വിഷയം അതാണ്. അതായത് ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എസെക്കിയേൽ 37:13. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എസെക്കിയേൽ 37:13. എൻ്റെ ജനമേ, കല്ലറകൾ തുറന്ന് നിങ്ങളെ ഞാൻ ഉയർത്തുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് നിങ്ങൾ അറിയും. ഇതാണ് വിഷയം. ഞാനാണ് കർത്താവ്, നിന്റെ ദൈവം ഞാനാണ്. അങ്ങനെ ഒരിക്കൽ ദൈവവേദല് നിന്നെ കല്ലറ തുറന്ന് കർത്താവ് ഉയർത്തും. കടങ്ങളായാലും ശരി, ജോലി, വീട്, വിവാഹം, നിൻ്റെ രോഗം, എത്ര കല്ലറകളിൽ നിന്നാണ് കർത്താവ് നിന്നെ ഉയർത്തണത്. അപ്പോൾ ഒരിക്കൽ നീ കർത്താവിൻ്റെ അടയാളം കണ്ട് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഞാനാണ് നിൻ്റെ ദൈവം. പിന്നെ എന്താ സംഭവിക്കണത്? അതായത് വീണ്ടും നിങ്ങൾ അവയിൽ കുടുങ്ങി അവയാൽ തോൽപ്പിക്കപ്പെട്ടാൽ നിങ്ങളുടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാൾ വഷളായിരിക്കും. ഹെബ്രായർ 4:6 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 മഹത്വം യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ പ്രവാഹത്തിൻ മുൻപേ തന്നെ നിന്നെ അറിയുന്നു ഞാനെന്നും സംഭവിക്കേണ്ട മകനേ ഞാനാണ് നിന്റെ ദൈവം സംഭവിക്കേണ്ട മകനേ ഞാനാണ് നിന്റെ ദൈവം. ഹെബ്രായർ 6:4. ഹെബ്രായർ 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും പറഞ്ഞ ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ ഉടമ്പടിയിൽ വന്നു, നിങ്ങൾ ഉടമ്പടിയിലൂടെ അടയാളങ്ങൾ ലഭിച്ചു, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി, നിത്യതയുടെയും സ്വർഗത്തിൻ്റെയും രുചി അറിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ കാര്യം കണ്ടു എന്നും പറഞ്ഞിട്ട് വീണ്ടും പഴയ ജീവിതത്തിലേക്ക് പോയാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടി എടുത്താൽ പിന്നെ നിങ്ങളെ വിചാരിക്കുന്ന പോലെ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഭയങ്കര സീരിയസ് വിഷയമായിട്ട് എടുക്കണം. കാര്യം നിങ്ങൾ അനുതാപത്തിലേക്ക് പിന്നെ നയിച്ചാൽ, കാര്യം അനുതാപത്തേക്ക് നിൽക്കാൻ അസാധ്യമെന്നല്ലേ. കാര്യം ഉടമ്പടിയുടെ സമയത്ത് 2015 ആദ്യം അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ഒറ്റ വരിയാണ് എനിക്ക് തന്നത്. അതിൻ്റെ ഒരു പകുതി തന്നത് വിജയകുമാറിനാണ്. വിജയകുമാർ എന്നോട് ദൈവം എഗ്രിമെൻ്റ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ എഗ്രിമെൻ്റ് അല്ല, അത് ഉടമ്പടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പേപ്പർ എടുത്ത് കൊടുത്തിട്ട് വേളാങ്കണ്ണി പള്ളിയിലെ 4 ജവമാരെ ചെല്ലാൻ ഞാൻ കിഴക്ക് വേകുലമാതാൻ്റെ അടുത്ത് പോയിട്ട് എഴുതിക്കൊണ്ട് തിരിച്ച് ഞാൻ വരുമ്പോൾ ഒരു പേപ്പർ മുഴുവൻ അനുഗ്രഹമാണ് എഴുതിക്കൊണ്ട് വന്നത്. സാറിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ മുഴുവനും പാപമാണ് എഴുതിയിരിക്കുന്നത്. അത് കൂട്ടി വായിച്ചപ്പോൾ വേളാങ്കണ്ണി മലയാളം പള്ളി വെച്ചാണ് അമ്മ പറഞ്ഞത്, അനുതപിച്ചാൽ നീ അനുഗ്രഹം പ്രാപിക്കും. അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ അനുതാപമാണ്. അപ്പോൾ ഒരിക്കൽ അനുതാപത്തിലേക്ക് നീ തിരിച്ചു വന്ന് വിശുദ്ധ ജീവൻ നയിച്ചതിന് ശേഷം, കാര്യം കണ്ടതിന് ശേഷം വീണ്ടും പഴയ പാപജീവിതത്തിലേക്ക് പോയാൽ വീണ്ടും നിനക്ക് ഉടമ്പടി എടുക്കാനോ ദൈവത്തിൻ്റെ കൃപയിൽ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ വരാനോ പറ്റത്തില്ല എന്ന് ഐശ്വര്യ വചനം. അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ വിശുദ്ധ ജീവിതം നമ്മൾ സൂക്ഷിക്കാൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഉടമ്പടി എടുത്ത് ഞങ്ങൾ എല്ലാവരും പാപത്തിന്റെ പഴയ വഴികൾ പൂർണ്ണമായി പരിത്യജിച്ച് നിന്നെ അനുഗമിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. സ്നേഹമേ സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ ഹെബ്രായർ 4:6 വായിച്ചില്ലേ, അവിടെ ഒരിക്കൽ പ്രകാശം ലഭിച്ചതിനെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നൽകുന്ന പല കാര്യങ്ങൾ അതെല്ലാം ബേസിക്കായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ്. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും. അതാണ് സംഭവം. അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരാകുന്നു എന്നുള്ള ഒരു പ്രോസസ്സ്. ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അറിയാതെ അവഗണിച്ചു പോകുന്ന സംഭവം പരിശുദ്ധാത്മാവിനാണ്. നിങ്ങൾ പറഞ്ഞ ജോലി കിട്ടിയെന്നാണ് നിങ്ങൾ പറയണത് കല്യാണം നടന്നു, വസ്തു വിറ്റു എന്നാണ് പറയണത്. പക്ഷേ വചനം അങ്ങനെയല്ല പറയണത്. വചനം നിങ്ങളെ കല്ലറയും തുറന്ന്, കടത്തിൻ്റെ കല്ലറയിൽ നിന്ന്, രോഗത്തിൻ്റെ കല്ലറയിൽ നിന്ന്, കല്യാണം വെക്കാത്ത കല്ലറയിൽ നിന്ന്, പരീക്ഷ പരാജയത്തിൻ്റെ കല്ലറയിൽ നിന്ന് എൻ്റെ ജനമേ ഞാൻ നിങ്ങളെ തുറന്നപ്പോഴേ എന്താ സംഭവിച്ചത്? ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പൻഡ്? നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായെന്നാണ് പറയണത് വചനം.
മനസ്സിലായില്ലേ? ഈ പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് പരിശുദ്ധാത്മാവിൽ പങ്കുകാരായി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന, ഇപ്പം തന്നെ ആ ചേച്ചിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആരാണ് അവരുടെ പേരെന്നാ, അതായത് ആ പാമ്പ് കടിയാരി ചേച്ചിയില്ലേ, അതായത് ആൻസി സണ്ണിക്ക് എന്താ സംഭവിച്ചിരിക്കണത്? ആൻസി സണ്ണിക്ക് അവരെ എല്ലാവരും പേടിക്കുമ്പോഴും അവർക്ക് അവരുടെ ഹൃദയത്തിന് ദൈവം പേടി കൊടുത്തില്ല, പൊതിഞ്ഞു കളഞ്ഞു അല്ലേ? പേടിക്കേണ്ട ആളത് അവരാണ്, കണ്ടു നിന്നവരാണ്. കേട്ടവരും പേടിക്കുമ്പോഴും അത് കൊണ്ടവർ പേടിക്കാൻ നിൽക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഈ സംഭവത്തിൽ പരിശുദ്ധാത്മാവാണ് ഇവർക്ക് അഭിഷേകം കൊടുത്തിരിക്കുന്നത്. അതറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസെക്കിയേലിൻ്റെ 36:26 വായിച്ചാൽ മതി. എസെക്കിയേൽ 36:26 ശ്രുതികട ഹല്ലേലൂയ. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഇതാ സംഭവം. എസെക്കിയേൽ 36:26 ആൻസി സണ്ണിയുടെ മരണത്തോട് മല്ലടിക്കുന്ന പേടിപ്പിക്കുന്ന ഹൃദയത്തിന് പകരം അവർക്ക് എന്താണ്? ഭയമില്ലാത്തൊരു ഹൃദയം കൊടുത്തിരിക്കുകയാണ്. എന്താ സംഭവം? ഒരു പുതിയ ഹൃദയം പറഞ്ഞേ, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. അതാണ്, അതായത് പുതിയ ഹൃദയം കൊടുക്കുമ്പോൾ അതെങ്ങനെ കൊടുക്കണത്? പുതിയ ചൈതന്യമാണ്, ആത്മാവിലാണ് കൊടുക്കുന്നത്. ആത്മാവിൽ പങ്കുകാരാകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി പ്രകാരം ഒരു അനുഭവം ഫിസിക്കലോട് സ്പിരിച്വൽ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സന്നിവേശം ഉണ്ടായെന്ന്. കൈയടിച്ച് കർത്താവിനെ ശ്രുതികട ഹല്ലേലൂയ. ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാതെ ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്കാതെ. അതായത് ഇംഗ്ലീഷ് ബൈബിളാണ് ഞാൻ പറയുന്നത്, മലയാളത്തിൽ ചൈതന്യം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നത് എന്താണ്? ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്. എസെക്കിയേൽ 36:26 ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്, ഒരു പുതിയ ഹൃദയം നൽകും. ഐ വിൽ പുട്ട് എ ന്യൂ സ്പിരിറ്റ് വിത്തിൻ യു, ഞാൻ നിനക്ക് ആത്മാവിനെ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്ത് ബ്ലെസ്സിങ്സ് ഉണ്ടായാലും അത് ദൈവം ഒരു ആത്മാവിനെ നമുക്ക് നൽകുന്നതാണ്, പരിശുദ്ധാത്മാവിനെ നൽകുന്നതാണ് ആ സംഭവം. അതായത് അത് ഏത് സമയത്ത് വേണമെങ്കിൽ നൽകാം, ദൈവത്തിൻ്റെ ഒരു രീതി അനുസരിച്ചുകൊണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ സങ്കീർത്തനത്തിൻ്റെ 92:18 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. 92:10 വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തി, അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. അതായത് പുതിയ ചൈതന്യം, പുതിയ ആത്മാവ്, പുതിയ തൈലം എല്ലാം ഒരു മെറ്റഫോറിക്കലായിട്ട് ഒരു പ്രതീകങ്ങളാണ്. അതായത് എല്ലാം ഒന്ന് തന്നെയാണ്. അല്ല, ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ ഉത്തരവാദിത്വത്തിന് പറ്റുന്ന നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്വം പറ്റുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്യും. അതുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും എൻ്റെ സ്നേഹം പുതിയതാണെന്ന് പറയണില്ലേ? വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങളെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. വിലാപം 3:23 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിലാപങ്ങൾ 3:23. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇതിൻ്റെ അകത്ത് എൻ്റെ മക്കൾ മനസ്സിലാക്കണം, എൻ്റെ സഹോദരൻ മനസ്സിലാക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത്, ഇഫ് യു ആർ കൺഫ്രണ്ടിങ് എ ന്യൂ അസൈൻമെൻറ്റ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പുതിയൊരു അസൈൻമെൻറ്റാണിത്. ഇപ്പം നിങ്ങൾ കുരിശിൻ്റെ വഴിയിലൊക്കെ പറയും, ഒരു വേദന തീരുന്ന മുമ്പ് വേറെ ഒരു വേദന വന്നു കഴിഞ്ഞു ഇല്ലേ? ഞാൻ സാഹിത്യമല്ല പറയണത്, ഞാൻ ഒരു പുതിയ ഇഷ്യൂ വന്നാൽ, ഇന്ന് പ്രഭാതത്തിൽ ഒരു പുതിയ ഇഷ്യൂ വന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ സ്നേഹം വരാൻ പോകുന്നു എന്നാണ് ദൈവത്തിൻ്റെ. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പുതിയൊരു പ്രശ്നം വന്നാൽ, ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസാദം വരാൻ പോകുന്നു. കാര്യം ഈ പ്രശ്നത്തിൽ നിന്നാണ് ദൈവം പ്രസാദം വരാൻ ഡെവലപ്പ് ചെയ്യണത്. ഒരു പുതിയ പ്രശ്നം വന്നാൽ ദൈവത്തിനെ നീ വിശ്വസിക്കണം, ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താലാണ് എൻ്റെ ദൈവം എന്നെ നയിക്കുന്നത്. അവിടുന്ന് പുതിയ തൈലം കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണം. അതായത് ഒരു പുതിയ പ്രശ്നം വന്നാൽ പുതിയ പ്രസരിപ്പും പുതിയ പ്രഭാതവും പുതിയ അതുപോലെ തന്നെ പുതിയ അഭിഷേകവും കിട്ടാൻ വേണ്ടി ദൈവത്തിന്, അതായത് ആ വിഷയത്തിന് പറ്റിയ പരിശുദ്ധാത്മാവ്, ഓരോ വിഷയങ്ങൾക്കും ഓരോ തരം ആത്മാവാണ്. ഇപ്പം പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് എന്താ വേണ്ടത്? അവർക്കെന്താ വേണ്ടത്? അവർ സൗഖ്യപ്പെടുന്നവരെ ഭയപ്പെടരുത് അല്ലേ? അതിനുവേണ്ടി അവർ നിർഭയത്വത്തിൻ്റെ ധൈര്യത്തിൻ്റെ ആത്മാവാണ് കൊടുത്തിരിക്കുന്നത്, ധൈര്യത്തിൻ്റെ ആത്മാവ്. പക്ഷേ നാളെ നിനക്ക് ജപ്തിയാണെന്ന് വിചാരിച്ചോ,
അപ്പോഴേ ജപ്തി വരുമ്പോൾ നിനക്കുണ്ടാകണം എന്താണ്? ധൈര്യമല്ല വേണ്ടത്, ആക്ഷേപമാണ് ആൾക്കാരുടെ നടയിൽ. നമ്മുടെ വീട് കൊണ്ടുവന്ന് മുദ്ര വെക്കണമെങ്കിൽ നമുക്ക് പേടിയല്ലല്ലോ ഉള്ളത്, നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ കൊച്ചായി പോകുമെന്നുള്ള രീതിയിലല്ലേ. അപ്പോൾ അതിൻ്റെ വികാരം വേറെയാണ്. അതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ അസൈൻമെൻറ്റിന് വ്യത്യസ്തമായ ആത്മാഭിഷേകമാണ്. ഇതാണ് പുതിയ അഭിഷേകം എന്ന് പറയുന്നത്. ആ സങ്കീർത്തനം 92:10. അതായത് ഓരോ പ്രഭാതത്തിലും പുതിയ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നവർ തന്നെയാണ് ഓരോ പുതിയ അഭിഷേകം നമുക്ക് നൽകണത്. അപ്പോൾ ഇതിന് അനന്തമായ സാധ്യതകളാണ്. അതായത് നമ്മളെ ദൈവം സമ്പൂർണ്ണമായി പരിശുദ്ധാത്മാവിൽ നിറക്കുന്നതിന് വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ഇവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നത് അനുഭവങ്ങൾ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? ഈ അനുഭവങ്ങളും ആത്മാഭിഷേകവും തമ്മിലാണ് കണക്റ്റഡ് ആകുന്നത്. ഒരു പുതിയ അനുഭവം ഉണ്ടായാൽ, അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം പുതിയൊരു ദൈവാനുഭവം ഉണ്ടാകാൻ പോകുന്നതാണ്. പുതിയ അനുഭവം, നമുക്കൊരു നെഗറ്റീവായിട്ടൊരു അനുഭവം ഉണ്ടായി, നമുക്ക് എന്താ പറയുക, പോസിറ്റീവായിട്ട് നമുക്ക് വേറൊരു അനുഭവം ഉണ്ടാകാൻ പോകുന്നു പരിശുദ്ധാത്മാവിൻ്റെ. മനസ്സിലായില്ലേ? അതാണ് അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇത് നിങ്ങളുടെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ വേണ്ടിയാണ്. അല്ല, ടെക് ദ ബെഡപ്പോൾ അതായത് നടപടി പുസ്തകത്തിൻ്റെ ഈ 17:30 27 തൊട്ട് വായന. ശ്രുതികട ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17, 26, 27 തിരുവചനങ്ങൾ. ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. വിഭിന്ന കാലങ്ങൾ കണ്ടില്ലേ? ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. നമുക്ക് തരാൻ അഭിഷേകത്തിന് പുതിയ അഭിഷേകം. ഇപ്പൊ 92:10 നിനക്ക് ഞാൻ ഒരു പുതിയ തൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യും, പുതിയ അഭിഷേകം, അല്ലേ? അതുപോലെ തന്നെ അതുപോലെ തന്നെ വിലാപ പുസ്തകം 3:23 ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹം നൽകുമെന്ന് പറയും. അപ്പോൾ ഇത് എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ലഭിക്കുന്നത് പുതിയ കാലാവസ്ഥയിലൂടെ വരുമ്പോൾ പുതിയ അനുഭവവും പുതിയ അഭിഷേകവുമാണ്. ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. ദൈവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ പൂർണ്ണമാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അമ്മയെപ്പോലെ ആയിരിക്കണം നമ്മൾ, ഞാനും നിങ്ങളും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്യരുത്. മറിച്ച് എന്താണ്, അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൊണ്ടിരുന്നില്ല, ഓരോ വിഷയങ്ങൾക്കും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൊണ്ടിരുന്നത്. നമ്മളെ മരിയൻ സ്പിരിച്വാലിറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി പവേഡ് ബൈ കവനന്റ് പവേഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കാര്യം വെച്ചാൽ ഇതാണ് എൻ്റെ സ്പിരിച്വാലിറ്റി. കാലങ്ങൾ ഇങ്ങനെ മാറി വന്നാലും ഇതുകൊണ്ട് ഇത് അറിയാവുന്ന ആൾക്കാരുമായിട്ടായിരിക്കണം നിങ്ങളുടെ ചങ്ങാത്തം. ഇതിനെക്കുറിച്ച് പുലബന്ധമില്ലാത്ത ആൾക്കാർ ചുമ്മാ നിസ്സാര കാര്യം വരുമ്പോൾ വെള്ളമടിക്കുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോമഡി കണ്ട അല്ലെങ്കിൽ വേറെ സിനിമ കണ്ടോ അല്ലെങ്കിൽ വേറെ സെക്സ് കണ്ടോ ഒക്കെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടണത് ചുമ്മാ ഒരു പട്ടിഷോയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അതല്ലല്ലോ വിഷയം. ഇങ്ങനെ ഈ ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ലല്ലോ, ഇരുട്ടുകൊണ്ട് കൂട്ടടക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ബി ബോൾഡ് ഇനഫ്, നിങ്ങളിതിനെ ഫേസ് ചെയ്യണം. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? ദൈവം നിങ്ങളിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു, എന്നെയും നിങ്ങളെയും പുതിയ അഭിഷേകം തരാൻ ഉദ്ദേശിക്കുന്നു, എന്നെയും നിങ്ങളെ പുതിയ സ്നേഹത്താൽ നിറക്കാൻ ഉദ്ദേശിക്കുന്നു, അതിന് പുതിയ കാലാവസ്ഥ തരുന്നു. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഈ പട്ടിഷോക്കാരൊക്കെ ഒഴിവാക്കിയിട്ട് മര്യാദക്ക് ദൈവത്തിലേക്ക് വന്നിട്ട് നിങ്ങൾ വിശുദ്ധിയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറയാൻ ഈ ദൈവവും നിങ്ങളും തമ്മിൽ വ്യക്തിപരമായിട്ട് എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. അതിൻ്റെ കാവൽക്കാരിയാണ് പരിശുദ്ധ അമ്മ, അതിൻ്റെ മാധ്യസ്ഥയാണ് പരിശുദ്ധ അമ്മ. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അമ്മയെപ്പോലെ ഉടമ്പടി കാലാവസ്ഥകളെ വിവേചിച്ച് മനസ്സിലാക്കാനും ലോത്തിന്റെ ഭാര്യയെപ്പോലെ പഴയ പാപങ്ങളിലേക്ക് തിരികെ പോകാൻ അഭിവാഞ്ച കാണിക്കാതെ അബ്രാഹത്തെ പോലെ തിരികെ പോകാൻ അവസരമുണ്ടായിട്ടും അവസരങ്ങളോടെ എന്നേക്കുമായി യാത്ര പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വഴികളിലൂടെ ദൈവത്തിന്റെ കരം ഗ്രഹിച്ച് എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കിലെ പൂർണ്ണമായി വിശ്വസിച്ചും പ്രത്യാശിച്ചും ദൈവത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന മഹാ സുവിശേഷ കൃപയിലെ എന്നെ ആമഗ്നമാക്കണമേ, അഭിഷേകം ചെയ്യണമേ. എല്ലാവരും മുട്ടേ നിൽക്കുക. അച്ഛൻ ഓരോ വിഷയങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കളെ
സ്വസ്തിക പോലെ കൈനെഞ്ചത്ത് വെച്ച് സർവം സമർപ്പിച്ച് കർത്തൃദിവസത്തിന് അഭിഷേകം സ്വീകരിക്കുക. എഴുന്നേൽക്കുക. അഭിഷേക പ്രാർത്ഥനയുടെ സമയമാണ്. പുരുഷന്മാർ, സ്ത്രീകളായിട്ട് മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുക. കർത്താവേ, ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ എനിക്ക് തന്നെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ നീ ഊതിക്കത്തി, അതിൻ്റെ അഭിഷേകത്തെ നീ ഊതിക്കത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളെ, നിങ്ങൾ ഓരോരുത്തരും പരസ്പരം ശിരസ് കൈവെക്കുക. 3 പേരാ നിൽക്കണമെങ്കിൽ 3 പേരായിട്ടും കൈ ശിരസിൽ വെക്കാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മക്കളെ ഈശോ അഭിഷേകം ചെയ്യും. നേരത്തെ ധ്യാനത്തിൽ കേട്ട പുതിയ അഭിഷേകം, ഒരു പ്രഭാതത്തിലും വേണ്ടി വരുന്ന അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലെ നിങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകുന്ന അഭിഷേകം, എല്ലാത്തിനും തരം ജീവിക്കാനുള്ള ആവേശോജ്വലമായ ആത്മധൈര്യം നിങ്ങളിലേക്ക് നിവേശിപ്പിക്കുന്ന സമയമാണ്. അതേസമയം തന്നെ രോഗങ്ങൾ, പീഡകൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ജീവിത സങ്കടങ്ങൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും തടം ചെയ്യാനുള്ള ശക്തിയാൽ നിങ്ങൾ അഭിഷേകം ചെയ്യുന്ന സമയമാണ്. ഇട്ടുമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, വിലാപങ്ങളുടെ പുസ്തകം 3:23 പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രഭാതത്തിനും പുതിയ സ്നേഹത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്ന ദൈവമേ, ഇപ്പോൾ മക്കളെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിൻ്റെ പുതിയ സ്നേഹത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. സങ്കീർത്തനം 92:10 പ്രാർത്ഥിക്കുന്ന പുതിയ തൈലത്താൽ കർത്താവെ മക്കളെ അഭിഷേകം ചെയ്യണമേ. സന്തോഷത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ പുതിയ പരിശുദ്ധാത്മ വരദാനങ്ങളാൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, എസെക്കിയേൽ 36:26 പ്രാർത്ഥിക്കുന്നു. ഐ വിൽ ഗീവ് എ ന്യൂ സ്പിരിറ്റ്. കർത്താവേ, നിനക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകാം, പുതിയ ആത്മാവിനാൽ നിന്നെ അഭിഷേകം ചെയ്യുമെന്ന് അളിച്ച കർത്താവേ, എല്ലാത്തിനെയും ഉടമ്പടി പാലിക്കുകയും ലോകത്തിൻ്റെ ഭാര്യയെപ്പോലെ തിരിച്ചു പോരാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന നിശ്ചയദാർഢ്യത്തിൻ്റെ പുതിയ ഹൃദയത്താൽ അങ്ങ് മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ജനമേ, എസെക്കിയേൽ 37:13 പ്രാർത്ഥിക്കുന്നു. കല്ലറകൾ തുറന്ന് നിങ്ങളെ കൊണ്ടുവന്നപ്പോൾ, നിങ്ങളെ ഉയർത്തിയപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാനാണ് നിൻ്റെ ദൈവമെന്ന്. കർത്താവെ, അനേകം കല്ലറകളിൽ അങ്ങയുടെ മക്കള് ചത്ത് ചീഞ്ഞ ജഡമായി ജീവിതമില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് കർത്താവെ കണ്ണീരോടെ ഇരിക്കുക. അവിടെയെല്ലാം ആത്മാവിനെ അവശേഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എസെക്കിയേൽ 36:24 പ്രാർത്ഥിക്കുന്നു. ഐ വിൽ ഗീവ് ദം മൈ ന്യൂ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിനെ നിങ്ങളെ കയക്കും. കർത്താവേ, ഹെബ്രായർ 4:6 പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് പങ്കാളികളായിക്കൊണ്ട് അനുദിനമുള്ള ജീവിത പ്രശ്നങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കർത്താവേ മക്കളെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് അടിപ്പട പോലെ, വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഐസയ 43:2 പ്രാർത്ഥിക്കുന്നു. അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല. ശബ്ദത്തിലൂടെ നടക്കും, ശബ്ദം നിന്നെ വിഴുങ്ങത്തില്ല, മുക്കിക്കളയത്തില്ല. കർത്താവേ, അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമേ, അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമേ. ഓരോ മക്കളിലേക്ക് കർത്താവേ അഭിഷേകത്തിൻ്റെ ആത്മാവിനെ ഏക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സൗഖ്യം കർത്താവേ മക്കളിലേക്ക് അയക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ മാർഗരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ദൈവത്തിൻ ചൈതന്യമേ ആശാവരത്തോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വര ആരാധന. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. റൂഹാദൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാ ഞങ്ങളെ നവ്യരായി മാറ്റണമേ.
ചൈതന്യമേ, ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യദാനങ്ങളാൽ ഞങ്ങളെ ഭവ്യരായി മാറ്റണമേ. പതുക്കെ കൈകളെടുക്കുക, അൾത്താരയിലേക്ക് തിരിയുക, കൈകൾ കൂപ്പി മുട്ടി നിൽക്കുക, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. അടുത്ത ഞായറാഴ്ച വൈകുന്നേരം നമ്മുടെ കൃപാസനത്തിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്കറിയാം. നമുക്ക് ഒത്തിരിയേറെ ശുശ്രൂഷകളുണ്ട്, ഒത്തിരിയേറെ ആൾക്കാർ ഫോൺ ചെയ്യുന്നുണ്ട്, ഒത്തിരി നമുക്ക് ലൈറ്റ് അക്കാൻഡ് പെരക്കസ് ഉണ്ട്, ഓൺലൈൻ ഉടമ്പടിയുണ്ട്, അനുദിനമുള്ള ഉടമ്പടികളുണ്ട്, പിന്നെ സഭയാത്മക സാംസ്കാരിക പ്രോഗ്രാമുണ്ട്, പിന്നെ അവകാശ പോരാട്ടത്തിൻ്റെ പ്രോഗ്രാമുണ്ട്. വ്യത്യസ്തങ്ങളായ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം മുഴുവനും സിംഗിൾ ആപ്പിൽ നമ്മൾ ആപ്ലിക്കേഷൻസ് ഇറക്കുകയാണ്. നേരത്തെ ഇറക്കുന്ന കുറേ കാര്യങ്ങളുള്ളത് കാരണമാണ് താമസിച്ചത്. അപ്പോൾ അടുത്ത ഞായറാഴ്ച മിക്കവാറും നമുക്ക് ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെല്ലാവരും ആപ്ലിക്കേഷൻസ് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പ്രത്യേകം വിളിക്കേണ്ട കാര്യമില്ല, എല്ലാം അതിൽ തന്നെ ആപ്ലിക്കേഷനിൽ തന്നെ ഉണ്ടാകും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ആപ്ലിക്കേഷൻസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ അത് റീച്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കൃപാസനത്തിന് ഒത്തിരിയേറെ സഹോദരങ്ങൾ നല്ല IT ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒത്തിരിയേറെ ഷോട്ടുകൾ ചെയ്യുന്നുണ്ട് കൃപാസനത്തെക്കുറിച്ച്. അതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഷോട്ട് ചെയ്യാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്, അതായത് നമുക്ക് അത് ഉടമ്പടി പ്രകാരം സുവിശേഷ കൈമാറ്റത്തിന് ഏറ്റവും നമ്മളെ സഹായിക്കുന്നത് മീഡിയയാണ്. അപ്പം നിങ്ങൾക്ക് ആ കഴിവുള്ളവർ, ടെക്നിക്കലായിട്ട് ആ വിഷയം പഠിച്ചിട്ടുള്ളവർ, അതുപോലെ എഡിറ്റിങ്ങും അതുപോലെ കാര്യങ്ങൾ പഠിപ്പിച്ചുള്ളവർ, നിങ്ങൾ സ്വന്തമായിട്ട് ഒത്തിരി പേര് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ, ഷോട്ടൊക്കെ ഇട്ടിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇതുപോലെ നിങ്ങൾക്ക് ആപ്പിനെക്കുറിച്ച്, നിങ്ങളൊരു കൃപാസന ആപ്ലിക്കേഷനെക്കുറിച്ച് നിങ്ങളൊരു ഷോട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഉടമ്പടി ഉണ്ടാകാം, ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഉടമ്പടി ധ്യാനത്തിന് പ്രാധാന്യം കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടിയെടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ കൃപാസനത്തിൻ്റെ ശുശ്രൂഷകളെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യാം, എന്തിനെക്കുറിച്ച് ചെയ്യാം. ആപ്പ് റീച്ച് ചെയ്യിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഞങ്ങളുടെ ഇമെയിലിലും വാട്സപ്പിലും നിങ്ങൾ ആദ്യം നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ആപ്പ് നിങ്ങൾ ചെയ്യുന്ന ഷോട്ട് അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് നമ്മളുടെ അക്കൗണ്ടിലിടുക. അപ്പോൾ അതിൽ ഏറ്റവും ഒരു മാസം അതവിടെ കിടക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്സോ ഷെയറോ കിട്ടുന്നവർക്ക് കൃപാസന മാതാവിൻ്റെ കുഞ്ഞു രൂപമുണ്ട്, അത് നമ്മൾ പുറത്ത് കൊടുക്കാത്തതാണ്. പക്ഷേ അമ്മയുടെ ആ ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങളത് തരും, കുഞ്ഞു രൂപം. ആദ്യത്തെ 10 പേർക്കാണ് കൊടുക്കുന്നത്, ആദ്യത്തെ 10 പേര്. അപ്പം അതിൻ്റെ ഏറ്റവും കൂടുതൽ ഈ ഷോർട്ട് ആപ്ലിക്കേഷൻസ് ജനങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടി എല്ലാവരും, അതിൻ്റെ ഉദ്ദേശം ഇതാണ്, ആപ്ലിക്കേഷൻ എല്ലാവരും കേട്ടിട്ട് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഷോട്ട് ഉണ്ടാക്കി. അപ്പോൾ ചെയ്യണത് കൃപാസന ഉടമ്പടി പ്രാർത്ഥന ആയിരിക്കും പ്രാധാന്യം കൊടുക്കേണ്ട, ചിലത് ലൈറ്റ് അക്കാൻഡിലായിരിക്കും, ചിലപ്പോൾ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയായിരിക്കും. അപ്പോൾ കൃപാസനത്തിന് ഏത് ശുശ്രൂഷയാണ്, ചിലപ്പോൾ ഉടമ്പടി ധ്യാനമായിരിക്കും, അതിൻ്റെ ഷോട്ടായിരിക്കും. അപ്പോൾ അത് ഏറ്റവും നല്ല ഷോട്ട് 10 ഷോട്ടുകൾക്ക് കൃപാസന മാതാവിൻ്റെ ഏറ്റവും പുറത്ത് കൊടുക്കാത്ത നമ്മളെ ഉടമ്പടിക്ക് എഴുന്നള്ളിക്കുന്ന രൂപമില്ലേ, ആ രൂപം, ഒരു രൂപം നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകാം. അപ്പോഴത് ഇതിന് സമ്മാനം ഇനി കൂടുകയുള്ള കുറയത്തില്ല. കാര്യം ഇത് ആപ്പ് റീച്ച് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾ തന്നെ കൃപാസനത്തെ ഉടമ്പടിയുടെ നല്ല ശക്തരായ പ്രേക്ഷിതരായി മാറാനുള്ള അവസരം, അതുപോലെ നിങ്ങളുടെ സ്റ്റാറ്റസിലൊക്കെ ഉടമ്പടി എടുത്ത് ഒത്തിരി പേര് കൃപാസന മാതാവിനെ ഇട്ടിരിക്കുന്നത്. കാര്യം അത് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനാണ്, സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒത്തിരിയേറെ പ്രാർത്ഥനകളും അവർക്ക് നന്ദി അച്ഛൻ പറയുകയാണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, ആപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളതിൻ്റെ ഷോട്ട് ഉണ്ടാക്കി റീച്ച് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ലിങ്ക് ഇട്ടിട്ട് ഞങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടിലേ അത് അപ്പ് ചെയ്യത്തുള്ളൂ. എങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരേണ്ടത് വാട്സപ്പിലോ അല്ലെങ്കിൽ ഇവിടുന്ന് ഇമെയിൽ തരും, ഇമെയിലോ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്.
കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയാനുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ചകളിലെ 10 മണിക്ക് എല്ലാ ദിവസവും 7, 10, 10:30 അവർ 2 മണിയാണ് ഉടമ്പടി സമയം പുതുക്കുന്നത് എടുക്കുന്നത്. ഞായറാഴ്ചകളിൽ 8 മണിക്കാണ് കുർബാന, 10 മണിക്കാണ് ഫസ്റ്റ് ഉടമ്പടി, രണ്ടാമത്തെ ഉടമ്പടി 2 മണിക്ക് ഉടമ്പടി പുതുക്കാൻ എടുക്കാനുള്ളത്. 11 മണിക്ക് ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടി ധ്യാനം നിങ്ങൾ ഉടമ്പടി ഇവിടെ വന്നല്ല കൂടേണ്ടത്. ഉടമ്പടി ധ്യാനം കൂടേണ്ടത് ഓൺലൈൻ. ഇപ്പം ഇവിടെ വന്ന് കൂടിയാൽ നിങ്ങൾ ഓൺലൈനിൽ കൂടേണ്ടി വരും. അതിനാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇവിടെ വന്ന് കൂടാനല്ല ചെയ്തിരിക്കണം. അപ്പം അത് കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. അതേസമയം തന്നെ ഉടമ്പടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വ്യാഴാഴ്ച ഞായറാഴ്ചയാണ് അച്ഛൻ ആൾക്കാരെ കാണാത്തത്. മറ്റു ദിവസങ്ങളിൽ കാണും. പക്ഷേ അച്ഛനുണ്ടോ ഇല്ലേ എന്നുള്ളത് വിളിച്ച് ചോദിച്ചാൽ അത്യാവശ്യമായിട്ട് വരേണ്ടവർക്ക് 9447285400 വിളിച്ച് ചോദിക്കണം. പിന്നെ അച്ഛനെ കാണാൻ വരുന്നവർ ഇപ്പോഴും ഈ വിവാഹം നടക്കാത്തവരും മക്കളില്ലാത്തവരും കൈയും കെട്ടി വെറുതെ വിവാഹം നടക്കുന്നത് നമ്മൾ ചീട്ടും കൊണ്ട് വരും. അങ്ങനെയല്ല, അത് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ അതിൻ്റെ രേഖ കൊണ്ടുവരണം. സ്ഥലം വിൽക്കാനുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പെറ്റ് ചിട്ട അല്ലെങ്കിൽ അതിൻ്റെ പ്രമാണത്തിൻ്റെ ഒരു കോപ്പി മതി, ഒരു പേപ്പർ മതി. നിങ്ങളുടെ അത് ആദ്യത്തെ നടപടി ഇത് മാതാവിന് സമർപ്പിക്കുന്നതാണ് രേഖകൾ. രണ്ടാമത്തെ നടപടിയാണ് ആ വിഷയത്തിന് നമ്മൾ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം നിങ്ങളുമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. മിഷണറീസ് ഓഫ് മരീൻ അപ്പാരിഷൻസിൻ്റെ പേരിൽ കൃപാസനത്തിലെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 82 81 29 75 11 നിങ്ങൾ നിങ്ങളുടെ ആവശ്യം കാണിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യേണ്ടതാണ്. കൃപാസനത്തിൻ്റെ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഒത്തിരി ഉണ്ട്. അത് ഒന്നും നിങ്ങൾ ചിലർ പൈസ ചോദിക്കുന്നുണ്ട്, ചിലർ പൈസ ചോദിക്കാതെ അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് അറിയത്തില്ല, നമ്മളുടെ തന്നെ എടുത്ത് വീണ്ടും അവർ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രിപ്ഷനെയും ബാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ വ്യൂവേഴ്സിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടേണ്ടത് FRVP ജോസഫ് ഒഫീഷ്യൽ എന്നുള്ള കൃപാസൻ ചാനലിലാണ് ഉടമ്പടി ധ്യാനം കൂടേണ്ടത്. ഏപ്രിൽ മാസം നേരത്തെ ഉണ്ടായിരുന്ന അത് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. അതിപ്പോൾ കുഞ്ഞുങ്ങളുടെ ചോറൂട്ടും അതുപോലെ തന്നെ ആദ്യക്ഷരം കുറിപ്പിക്കൽ ഇപ്പോൾ ഇനി മുതലേ അച്ഛൻ അറിവ് നൽകുന്നവരെ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. മുട്ടേ നിൽക്കുക, സമാപനാശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മളിപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ